ആഗോളതലത്തിലെ രണ്ട് മുൻനിര പ്രതിരോധ ശക്തികളായ റഷ്യയും ഇന്ത്യയും വീണ്ടും കൈകോർക്കാൻ ഒരുങ്ങുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് അഥവാ G2G കരാറിലൂടെ റഷ്യയുടെ കണ്ടെയ്നർ എസ് ഓവർ ദി ഹൊറൈസൺ റഡാർ സിസ്റ്റം, പ്രത്യേകിച്ച് 29B6 കണ്ടെയ്നർ റഡാർ വാങ്ങുന്നതിനുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ വൊറോനെഷ് OTH റഡാർ സിസ്റ്റം കൈമാറുന്നതിനുള്ള ഒരു G2G കരാറിനെ സംബന്ധിച്ച നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നതിനിടെയാണ് ഈ പുതിയ നീക്കം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യൻ കണ്ടെയ്നർ എസ് OTH റഡാർ സിസ്റ്റം സ്വന്തമാക്കുന്നതിലൂടെ സ്റ്റെൽത്ത്, ദീർഘദൂര ഭീഷണികൾ എന്നിവയ്ക്കെതിരെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക എന്നതാണ് രാജ്യം ലക്ഷ്യമിട്ടിരിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും മികച്ച ഓവർ ദി ഹൊറൈസൺ അഥവാ OTH നിരീക്ഷണ സംവിധാനമായ കണ്ടെയ്നർ എസ് റഡാർ സിസ്റ്റം പ്രധാനമായും ദീർഘദൂര വ്യോമാതിർത്തി നിരീക്ഷണത്തിനും ബാലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്തുന്നതിനായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. 3000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ അത്യാധുനിക റഡാറിന് പരമ്പരാഗത റഡാർ സംവിധാനങ്ങളുടെ പ്രവർത്തന പരിധിക്കപ്പുറമുള്ള ദൂരങ്ങളിലും ഉയരങ്ങളിലും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെയുള്ള വ്യോമ ഭീഷണികളെ തിരിച്ചറിയുന്നതിനും ആക്രമണ സാധ്യതയുള്ള ഭീഷണികൾക്കെതിരെ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിനുമുള്ള കഴിവുകൾ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. ഇത്രയും മികച്ച രീതിയിൽ വ്യോമ ഭീഷണികളെ കണ്ടെത്തുന്നതിനായി കണ്ടെയ്നർ എസ് റഡാറുകളിൽ ഉപരിതല തരംഗ സാങ്കേതിക വിദ്യയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. 100 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനും വിവിധ വ്യോമ ഭീഷണികളെ ഉൾക്കൊള്ളാനുമുള്ള കണ്ടെയ്നർ എസ് OTH റഡാർ സിസ്റ്റത്തിന്റെ കഴിവ് അത്യാകർഷകമാണ്. അതുപോലെ തന്നെ വിശാലമായ പ്രദേശങ്ങളിൽ വിപുലമായ നിരീക്ഷണം സാധ്യമാക്കും വിധം 240 ഡിഗ്രി വ്യൂ സെക്ടറും ഇത് അവതരിപ്പിക്കുന്നു. കൂടുതൽ സ്കേലബിലിറ്റിക്കും പൊരുത്തപ്പെടലിനുമായി ഈ റഡാറിന്റെ റിസീവിംഗ് ആന്റിന സിസ്റ്റത്തിൽ 144 ആന്റീന ഫീഡർ മാസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളെ കണ്ടെത്തി നിരീക്ഷിക്കുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും തന്ത്രപരമായ പ്രതിരോധ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് കണ്ടെയ്നർ എസ് റഡാറിൽ ഉൾപ്പെടുന്ന 29B6 കണ്ടെയ്നർ റഡാർ സിസ്റ്റം പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. താഴ്ന്ന നിരീക്ഷണം നടത്തുന്ന സ്റ്റെൽത്ത് വിമാനങ്ങൾ കണ്ടെത്തുന്നതിന് നിർണായക ദൗത്യവും ഈ റഡാർ സംവിധാനം സാധ്യമാക്കും. മാത്രവുമല്ല, വ്യോമാതിർത്തിയുടെ സമഗ്രമായ ദീർഘദൂര നിരീക്ഷണവും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിലവിൽ റഷ്യ ഈ നൂതന റഡാർ സിസ്റ്റം തങ്ങളുടെ തന്ത്രപ്രധാന ഇടമായ മോർഡോവിയയിലെ കൊവൈക്കിനോയ്ക്ക് സമീപം സ്ഥാപിച്ചിട്ടുണ്ട്. 2013 സ്ഥാപിക്കപ്പെട്ട ആ നിരീക്ഷണ സംവിധാനം 2019 യുദ്ധദൌത്യത്തിൽ പ്രവേശിച്ചു. ഇതുകൂടാതെ മറ്റൊരു കണ്ടെയ്നർ എസ് റഡാർ സംവിധാനം കലിൻഗ്രാഡിൽ വിന്യസിക്കാനും റഷ്യ പദ്ധതിയിട്ടിരിക്കുകയാണ്. എയർക്രാഫ്റ്റുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ മുൻനിർത്തിയുള്ള ഭീഷണികൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ J-20, J-35A പോലുള്ള നൂതന സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകളിൽ നിക്ഷേപം നടത്തി വരുന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രാദേശിക ഭീഷണികൾക്ക് മറുപടിയായി വ്യോമ പ്രതിരോധ ശൃംഖല ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കമാണ് കണ്ടെയ്നർ എസ് റഡാർ സിസ്റ്റം സ്വന്തമാക്കുന്നതിൽ എത്തി നിൽക്കുന്നത്. ഇന്ത്യയുടെ കൈവശം നൂതന സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകൾ ഇല്ലെങ്കിലും രാജ്യം ആന്റി സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനാണ് മുൻഗണന നൽകുന്നത്. വിപുലീകൃത ശ്രേണികളിൽ താഴ്ന്ന നിരീക്ഷണ ലക്ഷ്യങ്ങൾ കണ്ടെത്താനുള്ള കണ്ടെയ്നർ എസ് റഡാറിന്റെ കഴിവ് ഇന്ത്യയുടെ സാഹചര്യ അവബോധവും വ്യോമ ഭീഷണികളെ മുൻകൂട്ടി അറിയുന്നതിനുള്ള ശേഷിയും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള G2G ഇടപാട് ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശാലമായ പ്രതിരോധ സഹകരണ ചട്ടക്കൂടിന്റെ ഭാഗമാണ്. ഈ പുതിയ ചർച്ചകളിൽ വൊറോനെഷ് OTH റഡാർ സിസ്റ്റത്തിനായുള്ള കൈമാറ്റ പദ്ധതിയും ഉൾപ്പെടുന്നുണ്ട്. രാജ്യം നിലവിൽ സ്വന്തമാക്കാൻ ഒരുങ്ങുന്ന കണ്ടെയ്നർ എസ് റഡാറിന്റെ മോഡുലാർ രൂപകൽപ്പനയും ദീർഘദൂര കഴിവുകളും ഇന്ത്യയുടെ കൈവശം നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ S-400 ഒപ്പം തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടുതൽ കരുത്തുറ്റ മാതൃകയായി തീരും. മാത്രവുമല്ല, ഇന്ത്യയുടെ പ്രതിരോധ ഇൻഫ്രാസ്ട്രക്ചറിൽ കണ്ടെയ്നർ എസ് റഡാർ സംയോജിപ്പിക്കുന്നതിലൂടെ പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ വ്യോമ ഭീഷണികൾക്കെതിരെ ശക്തമായ ഒരു സംരക്ഷണ പാളിയാകും ഉറപ്പുവരുത്തുക.
ഉയർന്ന ഉയരത്തിലും വലിയ ദൂരത്തിലുമുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനായുള്ള കണ്ടെയ്നറസ് റഡാർ സിസ്റ്റത്തിന്റെ കഴിവ് ഇന്ത്യൻ വ്യോമസേനയെയും മറ്റ് പ്രതിരോധ യൂണിറ്റുകളെയും പുറത്തുനിന്നുമുള്ള കടന്നുകയറ്റങ്ങൾക്കും മിസൈൽ വിക്ഷേപണങ്ങൾക്കുമെതിരെ മുൻകരുതലോടെ പ്രതികരിക്കാൻ പ്രാപ്തമാക്കും. കൂടാതെ റഡാറിന്റെ ബിസ്റ്റാറ്റിക് OTH കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾക്കെതിരായ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും. അങ്ങനെ ഈ നൂതന റഡാർ സംവിധാനം രാജ്യത്തിന് ചുറ്റുമുള്ള മത്സര പരിതസ്ഥിതികളിൽ ഒരു നിർണായക ആസ്തിയായി മാറും. വാർത്തയുടെ നിറം തേടി തനിനിറം.